പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർമ്മല മാതാവിൻ്റെ വത്സല മക്കളായ ഒത്തിരി ഭക്തരായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കത്തി ജ്വലിക്കുന്ന തീപങ്കം നമ്മൾ രക്ഷാകര ചരിത്രത്തിൽ അങ്ങനെ ഒരാളെ കാണുന്നുണ്ട്. കർത്താവിൻ്റെ ജനനത്തിന് ഏതാണ്ട് 860 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 860 BC, ഒരു പ്രവാചകനുണ്ടായിരുന്നു ഇസ്രായേലിൽ. ആ പ്രവാചകന്റെ പേര് ഏലിയ എന്നാണ്. ഏലിയ പ്രവാചകൻ പലസ്തീനായിലെ കർമ്മല മലയിലാണ് ഈ പ്രവാചകൻ താമസിച്ചിരുന്നത്. പലസ്തീനായിലെ കർമ്മല മലയിൽ. അവിടെ പ്രവാചകൻ തൻ്റെ ശിഷ്യന്മാരെയൊക്കെ കൂട്ടി ഒരു സമൂഹമായി, സന്യാസ സമൂഹമായി, പ്രാർത്ഥനയും തപസ്സും പ്രായശ്ചിത്തവും ഒക്കെയായി കഴിഞ്ഞുകൂടിയിരുന്നു. ആ സന്യാസികളുടെ തുടർച്ചയാണ് കർമ്മലിത്തക്കാരായി അറിയപ്പെടുന്ന ഒരു സന്യാസ സമൂഹമായി പിന്നീട് മാറിയത്. അത് ചരിത്രം. ഇവിടെ ഈ ഏലിയ പ്രവാചകൻ ഇസ്രായേലിലെ പലസ്തീനായി താമസിച്ചുകൊണ്ടിരുന്ന കാലം അവിടെ ആഹാബ് രാജാവ് ഭരണം നടത്തിയിരുന്ന കാലമായിരുന്നു അത്. ആഹാബ് രാജാവ് വാസ്തവത്തിൽ തൻ്റെ പിതാക്കന്മാരെക്കാൾ തിന്മ ചെയ്തിരുന്ന ഒരു രാജാവായിരുന്നു എന്ന് പറയുന്നു. അദ്ദേഹം ഒരു ജെസബേൽ എന്നൊരു രാജ്ഞി വിവാഹം കഴിച്ചു. അവരുടെ ആരാധന മുറകളൊക്കെ തന്റെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. അവരവിടെ ഈ ബാൽദേവനുള്ള പ്രതിഷ്ഠ നടത്തി, ആരാധന നടത്തി. അതിനുള്ള പുരോഹിതന്മാരെയും പ്രവാചകരെയും ഒക്കെ കൊണ്ടുവന്നു. രാജ്ഞി അവരെയെല്ലാം തീറ്റിപ്പോറ്റുകയായിരുന്നു. അങ്ങനെ സുഭിക്ഷമായ ഭക്ഷണവും കഴിച്ച് ഈ ബാൽദേവിൻ്റെ പുരോഹിതന്മാരും പ്രവാചകന്മാരും അവിടെ രാജ അരമനയുടെ ചിലവിൽ കഴിയുകയാണ്. രാജാവും രാജ്ഞിയെ പ്രീണിപ്പെടുത്തുവാൻ വേണ്ടി ഈ ആരാധന സമ്പ്രദായം അംഗീകരിക്കുകയും തന്റെ നാട്ടിൽ അത് പ്രചരിപ്പിക്കുകയും ചെയ്യും. കൂടുതൽ പേര് ഈ ഒരു സത്യ ദൈവ ആരാധനയിൽ നിന്ന് വ്യതിചലിച്ച് ഈ ഒരു സമൂഹത്തിൽ ഇവരുടെ ആരാധന രീതി സ്വീകരിച്ചുകൊണ്ട് വരുവാൻ ഇടവരികയും ചെയ്യും. വാസ്തവത്തിൽ അന്ന് ഒരു ദിവസം ഇവര് ഈ കർമ്മല മലയിൽ സമ്മേളിച്ചിരിക്കുകയായിരുന്നു. സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ആഹാബ് രാജാവ് തന്റെ രാജ്യത്തിൽ ഒരു വിഗ്രഹാരാധന അനുവദിച്ചു, പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അനേകം ജനങ്ങൾ, യഹൂദര്, ആ ആരാധനയ്ക്ക് പിന്നാലെ പോവുകയും ബാൽദേവനെ ആരാധിക്കുകയും അവരുടേതായ രീതിയിൽ ബലികളും മറ്റും നടത്തുകയും ചെയ്തിരുന്നു. ഏലിയ പ്രവാചകൻ ഇതിനെ കട്ടായം എതിർത്തു. രാജ അരമനയിലേക്ക് ചെന്ന് രാജാവിനോട് പറഞ്ഞു, ഇത് തെറ്റാണ്, ഇത് ആവർത്തിക്കരുത്, ദൈവത്തിന്റെ ശാപമുണ്ടാകും, വളരെ വലിയ ഒരു വരൾച്ച രാജ്യത്ത് അനുഭവപ്പെടും, വർഷങ്ങളോളം നിൽക്കുന്ന വരൾച്ചയിൽ ജനങ്ങൾ ഏറെ കഷ്ടപ്പെടും, അതിനെല്ലാം കാരണം ഈ ഒരു വിഗ്രഹാരാധനയായിരിക്കും. പക്ഷേ ആഹാബ് രാജാവ് അതൊന്നും ചെവിക്കൊണ്ടില്ല, മുകളിലേക്ക് എടുത്തില്ല. വാസ്തവത്തിൽ ആഹാബ് ഈ പ്രവാചകനെ അവിടെ നിന്നും ആട്ടിപ്പായിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം അരമന വിട്ട് ഇറങ്ങിപ്പോന്നു. പക്ഷെ അതോടെ അദ്ദേഹം ആ അരമന വിട്ട് ഇറങ്ങിപ്പോകുന്ന ആ നിമിഷം മുതൽ
അവിടെ മഴയില്ലാതായി. വർഷങ്ങളോളം ഈ മഴയില്ലാത്ത അവസ്ഥയിൽ ജനങ്ങൾ നരകിച്ചു. ജനങ്ങളും മൃഗങ്ങളും എല്ലാം ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ നരകിച്ച് മരിക്കാൻ പോകുന്ന അവസ്ഥ വന്നു. 3.5 വർഷത്തോളം അവിടെ മഴയില്ലാതിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു വരൾച്ചയുടെ കാലത്ത് യെശയ്യാ പ്രവാചകന്റെ കർത്താവ് കെരീത്ത് അരുവിയുടെ തീരത്ത് താമസിക്കാൻ ഇടം കൊടുത്തു. അവസാനം മഴ തീരില്ലാതായപ്പോൾ ആ അരുവിയും പറ്റി വേറെ സലേഫാത്തിലേക്ക് അദ്ദേഹം പോകുന്നു. ഇതൊക്കെ സംഭവങ്ങളാണ്. അപ്പോൾ ഈ രാജാവ് എന്നിട്ടും തന്റെ പിടിവാശി നിൽക്കുകയും വിഗ്രഹാരാധന ഉപേക്ഷിക്കുവാൻ തയ്യാറാകാതിരിക്കുകയും യെസബേൽ രാജ്ഞിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി വിഗ്രഹാരാധന തുറന്നുകൊണ്ടുവരുവാൻ ജനങ്ങളെ അനുവദിക്കുകയും ഒക്കെ ചെയ്തു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രവാചകൻ ചരിത്ര സംഭവങ്ങളെല്ലാം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17, 18, 19, 20 അധ്യായങ്ങളിലായിട്ട് വിവരിക്കുന്നുണ്ട്. സുദീർഘമായ വലിയ പ്രവാചകൻ ചരിത്രം. അപ്പൊ അവിടെ ഈ പ്രവാചകൻ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയും അവരെ ഈ തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞു കാണാൻ തീവ്രമായി ദാഹിക്കുകയും ചെയ്തു. അവസാനം ദൈവത്തിന്റെ സന്ദേശം അനുസരിച്ച് പ്രവാചകൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. ആഹാബ് രാജാവിനെ കാണുന്നു. എല്ലാ ഇസ്രായേലിനെയും വായുദേവന്റെ പുരോഹിതരെയും പ്രവാചകരെയും എല്ലാം കർമ്മല മലയിൽ വിളിച്ചു കൂട്ടുവാൻ പ്രവാചകൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് അന്ന് അവിടെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി. അവിടെ അന്ന് വളരെ വലിയൊരു വെല്ലുവിളി പ്രവാചകൻ തുടങ്ങി വെച്ചു. അദ്ദേഹം പറഞ്ഞതാണ്, നിങ്ങൾ 2 മച്ചിൽ കാലുകുത്തി നിൽക്കുന്നത്. ഏതെങ്കിലും ഒന്നുകിൽ യഹോവയാണ് ദൈവം, ദൈവത്തെ ആരാധിക്കുക, അല്ലെങ്കിൽ ബാലാണ് ദൈവമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ബാലിന്റെ പുറകെ പോകുക. യഹോവയുടെ പേര് പറയുക, യഹോവയെ ആരാധിക്കുന്നതിൽ നിന്നും നിങ്ങൾ വിരമിക്കണം. 2 മഞ്ചിൽ കാലുകുത്തുന്ന ഈ ഏർപ്പാട് നിർത്തണം എന്ന് വളരെ ശക്തമായി അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നിട്ട് ജനങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ അദ്ദേഹം അവസരം നൽകുകയാണ്. അദ്ദേഹം പറഞ്ഞു, 2 അൾത്താരകൾ നിർമ്മിക്കാം. 2ലും ഓരോ കാളക്കുട്ടിയെ കൊന്ന് ബലികഴിക്കുവാനായി സജ്ജമാക്കി തയ്യാറാക്കി വയ്ക്കുക. ആദ്യം നിങ്ങളുടെ ഉറവിടം, കാരണം നിങ്ങൾക്ക് 480ഓളം പ്രവാചകന്മാരും 400ഓളം പുരോഹിതന്മാരും ഒക്കെയുണ്ട്. അവരെല്ലാം കൊണ്ട് നിങ്ങൾ ആദ്യം ബലി അർപ്പിക്കുക. നിങ്ങളുടെ ബലി ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി വന്ന് സ്വീകരിക്കുന്നുവെങ്കിൽ അതാണ് സത്യദൈവം എന്ന് ഞങ്ങൾ അംഗീകരിക്കാം. അങ്ങനെ നിങ്ങൾ ബലി സ്വീകരിക്കപ്പെടുന്നില്ലെങ്കിൽ 2ാമത് എൻ്റെ വിവരമാണ്, ഞാൻ ആൾക്കാരെ തയ്യാറാക്കും, ബലിവസ്തു തയ്യാറാക്കും, അവിടെ ബലിയർപ്പിക്കുവാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യും. പക്ഷേ തീ കൊടുക്കുകയില്ല. ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്ന് ആ ബലിവസ്തു സ്വീകരിക്കണം. അങ്ങനെ എൻ്റെ ബലിവസ്തുവിനെ ആകാശത്തു നിന്നുള്ള അഗ്നി സ്വീകരിക്കുന്നുവെങ്കിൽ എൻ്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് നിങ്ങൾ അംഗീകരിക്കണം. എല്ലാവരും സമ്മതിച്ചു. വളരെ നല്ല ഒരു ആശയമാണത്. നമുക്കതനുസരിച്ച് പോവാം. എല്ലാവരും തയ്യാറായി. പ്രവാചകനും സന്തോഷമായി. വായുദേവന്റെ പുരോഹിതരും ഒക്കെ സമ്മതിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളുടെ ദേവൻ ഇറങ്ങി വന്ന് ഞങ്ങളുടെ ബലിവസ്തു സ്വീകരിക്കും. നിശ്ചയിച്ച ദിവസം 2 ബലിപീഠങ്ങൾ തയ്യാറാക്കി ബലിവസ്തു ഒരുക്കി വെച്ചു. എന്നിട്ട് നിങ്ങളാണ് കൂടുതൽ പേര്, നിങ്ങളുടെ രീതി അനുസരിച്ച് നിങ്ങൾ ആദ്യം ബലി അർപ്പിക്കുക, പ്രാർത്ഥിക്കുക. അവര് ഉറഞ്ഞു തൂടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. 3.5 വർഷമായിട്ട് മഴയില്ലാതെ ഉണങ്ങി വരേണ്ട ആ മരുഭൂമിയിൽ, ആ വെയിലത്ത് അവർ തയ്യാറാക്കി വെച്ച ബലിവസ്തുക്കൾ വെയിൽ കൊണ്ട് ഉണങ്ങി എന്നല്ലാതെ അഗ്നി ഇറങ്ങി വന്നില്ല. ആ ബലിവസ്തു സ്വീകരിച്ചില്ല. ഇവർ അവിടെ മുഴുവൻ കിടന്ന് നൃത്തം ചെയ്യുകയും ഒരു ലഹരി പിടിച്ചെന്ന വണ്ണം വളരെ ആവേശകരമായി ഉറഞ്ഞു വീഴുകയും വാളും കുന്തവും കൊണ്ടൊക്കെ സ്വന്തം ശരീരത്തിൽ മുറിവേൽപ്പിച്ച് രക്തത്തിൽ കുളിച്ച് അവർ ക്ഷീണിച്ച് അവശരാകുകയും ചെയ്തു. ഉച്ചയായിട്ടും ആകാശത്ത് നിന്ന് യാതൊരു അടയാളവും ഉണ്ടായില്ല. ഇതിനിടയ്ക്ക് പ്രവാചകൻ അവരെ പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ദൈവം എന്താ വരാത്തത്? ഒന്നുകൂടി ഉറക്കം വിളിച്ചു നോക്കും, ചിലപ്പോൾ ഉറക്കമായിരിക്കും.
അതിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പരിഹരിക്കാം, ഇത് ഓർപ്പിക്കുക, ഉറക്കി വിളിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുച്ഛിച്ച് പരിഹസിച്ചുകൊണ്ടിരുന്നു. അവസാനം ഉച്ചയായി, അവർ നിശ്ചയിക്കപ്പെട്ട സമയം കഴിഞ്ഞു. പിന്നീട് യെശയ്യാ പ്രവാചകൻ ഈ പ്രവാചകന്റെ സമയമായി അദ്ദേഹം ബലിവസ്തു തയ്യാറാക്കി. എന്നിട്ട് പതിവിൽ വിപരീതമായിട്ട് ചെയ്തത്, സാധാരണ തീ കൊളുത്തി അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം പ്രകടിപ്പിക്കാനാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ അദ്ദേഹം ചെയ്യുന്നത് വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കുക. ആ ബലിവസ്തുവിന്മേലും പീഠത്തിന്മേലും അത് ചുറ്റുമുള്ള കിടങ്ങിലുമൊക്കെ വെള്ളമൊഴിച്ചു, വീണ്ടും വീണ്ടും ഒഴിച്ചു. എല്ലാം നനഞ്ഞു കുതിർന്നു. പരിസരമെല്ലാം വെള്ളം കൊണ്ട് ആ കിടങ്ങി വെള്ളം കവിഞ്ഞൊഴുകി. എന്നിട്ടാണ് യെശയ്യാ പ്രവാചകൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അങ്ങനെ പ്രാർത്ഥന അധികമൊന്നും പ്രാർത്ഥിച്ചില്ല. വലിയ ശരീരം കീറുമുറിക്കലും വ്രണപ്പെടുത്തലും രക്തച്ചൊരിച്ചിലും ഒന്നുമില്ലായിരുന്നു. വളരെ മനോഹരമായ ശാന്തമായ ഒരു പ്രാർത്ഥന. അങ്ങ് ദൈവമാണെന്ന് ഞാൻ അറിയണം, അങ്ങ് ബലിവസ്തു സ്വീകരിക്കണം എന്നൊക്കെയുള്ള വളരെ ഹൃദയസ്പർശിയായ, അധികം വചാടോപങ്ങളില്ലാത്ത ഒരു പ്രാർത്ഥനയായിരുന്നു പ്രവാചകൻ നടത്തിയത്. ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടു. ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്നു. ആ അഗ്നി ബലിവസ്തുക്കളെ സ്വീകരിച്ചു. ആ ബലിവസ്തുക്കൾ സ്വീകരിച്ചു. ബലി അവിടെ ഒരുക്കി വെച്ചിരുന്ന വിറക് മുഴുവൻ തീർന്നു. വെള്ളം ചുറ്റും കെട്ടി നിന്നിരുന്ന വെള്ളം മുഴുവൻ വറ്റി ഉണങ്ങി. അങ്ങനെ അതിശക്തമായ അസാധാരണ ശക്തിയുള്ള ഒരു അഗ്നിയുടെ സാന്നിധ്യം അവിടെ അവർ അനുഭവിക്കുകയും ചെയ്തു. ഇത്രയും ആയപ്പോഴേക്കും ഞങ്ങളെല്ലാവരും പറഞ്ഞു, ദൈവം യഹോവ തന്നെയാണ് യഥാർത്ഥ ദൈവം. അവർ മുട്ടുകുത്തി ദൈവത്തെ ആരാധിച്ചു. പിന്നീട് കുറെ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. വായിന് പ്രവാചകന്മാരെയും പുരോഹിതരെയും എല്ലാം വേണ്ടപോലെ ശിക്ഷിച്ചു. അവരെ പുരോഹിതരെല്ലാവരെയും തന്നെ പ്രവാചകൻ താഴ്വാരത്തിൽ കൊണ്ടുപോയി കൊന്നുകളഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞു വന്ന് ആഹാബ് രാജാവിനോട് പറഞ്ഞു, വലിയ മഴ ഇവിടെ ഇരമ്പൽ വരുന്നുണ്ട്, പോയിക്കൊള്ളുക, പോയി ഭക്ഷണം കഴിക്കുക. ഒന്ന് ഓർത്തു നോക്കണം, 3.5 വർഷത്തോളമായി മഴയില്ലാതെ ഉണങ്ങി വരണ്ട് കിടക്കുന്ന സൂര്യൻ കത്തി ജ്വലിച്ചു നിൽക്കുന്ന ആകാശത്തേക്ക് നോക്കിയാണ് പറയുന്നത്, മഴ, ശക്തമായ മഴ വരുന്നു. എന്നിട്ട് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ആ കർമ്മലമലയുടെ ഉച്ചയിലേക്ക് പോയി. എന്നിട്ട് ഒരു ശുശ്രൂഷകനുണ്ടായിരുന്നു. അയാൾ പറഞ്ഞയച്ചു, നീ ചെന്ന് സമുദ്രത്തിൽ ചെന്ന് നോക്കുക, എന്തെങ്കിലും അടയാളം കാണുന്നുണ്ടോ എന്ന്. തിരിച്ചു എന്ന് പറഞ്ഞു, ഒന്നും കാണുന്നില്ല. വീണ്ടും പറഞ്ഞയച്ചു. അങ്ങനെ 6 പ്രാവശ്യവും കഴിഞ്ഞു. 6-ാം പ്രാവശ്യം തിരിച്ചു വന്നു, പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. വീണ്ടും ചെല്ലുക. 7-ാം പ്രാവശ്യം ആ ഭൃത്യൻ ചെന്നപ്പോൾ സമുദ്രത്തിൽ നിന്ന് ഒരു കാൽപാദത്തോളം വരുന്ന, മനുഷ്യന്റെ ഒരു കാൽപാദത്തോളം വരുന്ന ഒരു മേഘശകലം ആകാശത്തിലേക്ക് ഉയരുന്നത് കണ്ടു എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം പറയും, വലിയ മഴ ഇതാ വരാൻ പോകുന്നു, എല്ലാവരും ഭവനങ്ങളിലേക്ക് പോയിക്കൊള്ളുക. അവിടെ ഈ ചെറിയൊരു കാൽപാദത്തോളം വന്ന ആ മേഘശകലം പടർന്ന് അന്തരീക്ഷം മുഴുവൻ വ്യാപിച്ചു. ദേശമാസകലം അതിശക്തമായ മഴ പെയ്തു. അന്നോളം ഉണ്ടായിരുന്ന ഉണക്ക്, വരൾച്ച, അതിൻ്റെ തീഷ്ണതയെല്ലാം പാടുമാറി നല്ല കുളിർമയേറുന്ന മഴ കിട്ടി. എല്ലാവരും സന്തോഷിച്ചു. ഇവിടെ ഈ ഒരു സംഭവത്തിൽ കാണുന്ന വളരെ പ്രത്യേകമായ ഒരു കാര്യമുണ്ട്. ഏലിയ പ്രവാചകൻ ഇവരെ വിളിച്ച് പ്രത്യേകം പറയുന്നൊരു കാര്യം ഇതാണ്. ആ മേഘശകലത്തിൽ മാതാവിനെ ദർശിക്കുവാൻ ഈ പ്രവാചകന് കഴിഞ്ഞു. മാതാവിന്റെ സാന്നിധ്യത്തെയാണ് കടലിൽ നിന്ന് ഉയർന്നു വന്ന ആ മേഘശകലം തെളിയിച്ചത്. ഉപ്പ് കലർന്ന ഉപ്പുരസമുള്ള വെള്ളത്തിൽ നിന്ന് ഉയർന്നതാണെങ്കിലും ആ മേഘശകലം ആകാശത്ത് പടർന്ന് ആ നാട് മുഴുവനും ശുദ്ധജലം വർഷിക്കുന്നു. മാതാവ് ലോകത്തിന് മുഴുവൻ അനുഗ്രഹദായകനായ യേശുവിന് ജന്മം നൽകുവാൻ പോകുന്നതിന്റെ വലിയൊരു മുന്നറിയിപ്പാണ് ഈ സംഭവമെന്ന് എല്ലാ പിതാക്കന്മാരും വിശുദ്ധരും ഏറ്റുപറഞ്ഞിട്ടുണ്ട്. നമ്മളിന്ന് വളരെയേറെ ആഘോഷിക്കുന്ന വിശുദ്ധ അന്തോണിയോസിന്റെ പുസ്തകത്തിലും കാണാം ഈ കാര്യം വിവരിച്ചിരിക്കുന്നത്. മാതാവിന്റെ സാന്നിധ്യം
യേശുവിൻ്റെ വരവിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് എല്ലാം വളരെ മനോഹരമായി അതിൽ പ്രതിഫലിച്ച് കാണുന്നു. പിന്നീട് ഈ പ്രവാചകൻ ആരായിരുന്നുവെന്ന് അന്നത്തെ ഞാൻ അല്പം പോലും മനസ്സിലാക്കിയിരുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ഈ പ്രവാചകൻ, ഈ ഏലിയ പ്രവാചകൻ കർത്താവിൻ്റെ ജനനത്തിന് മുന്നോടിയായി വരായിരുന്ന സ്നാപയോഹന്നാന്റെ അരൂപിയായിരുന്നു. സ്നാപയോഹന്നാനിൽ പ്രവർത്തിച്ച അരൂപി ചൈതന്യം ഏലിയ പ്രവാചകന്റേതായിരുന്നു എന്ന് കർത്താവ് തന്നെയും സാക്ഷി നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിതാവസാനം പ്രവാചകൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. മറ്റു മനുഷ്യരെ പോലെയല്ല, ഒരു ആഗ്നേയരഥത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. വീണ്ടും ഈ പ്രവാചകന്റെ മറ്റൊരു വലിയ അടയാളം കർത്താവ് താബോർ മലയിൽ വെച്ച് തിരുവാതിരം പ്രാപിച്ചു. ഈ കർമ്മലയിൽ മലയിൽ നിന്നാൽ അകലെയായി കാണാവുന്ന ഒരു മലയാണ് താബോർ മല. അവിടെ കർത്താവ് ചെന്ന് രൂപാന്തരം പ്രാപിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ രൂപാന്തരം പ്രാപിച്ചപ്പോൾ രണ്ടുപേര് കൂടെ ഉണ്ടായിരുന്നു. അത് ഈ പ്രവാചകനും മോശയുമായിരുന്നു. ഏലിയായും മോശയും അവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ഇങ്ങനെ വളരെ പ്രത്യേകമായ ഒരു സാന്നിധ്യം, ഒരു പ്രത്യേകമായ ഒരു ശക്തി, ദൈവത്തിന്റെ പ്രത്യേകമായ കരം ഈ പ്രവാചകന്റെ മേൽ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇത്രയും പ്രവാചകനെ കുറിച്ച് പറയുവാൻ ഒരു കാരണം, ഈ പ്രവാചകന്റെ മക്കളായിരുന്നു കർമ്മലിത്ത സന്യാസികൾ. ഈ സന്യാസികളിൽ ഒരാളായിട്ടാണ് സൈമൺ സ്റ്റോക്ക് പ്രാർത്ഥിക്കുന്നത്. ഈ സന്യാസിക്കാണ്, സൈമൺ സ്റ്റോക്കിനാണ് ഈ ഉത്തരീയം വെന്തീഞ്ഞ മാതാവ് നൽകുന്നത്. ഈ വെന്തീഞ്ഞ ധരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ യേശയ്യ പ്രവാചകന്റെ ചൈതന്യം, അരൂപി നമുക്ക് പൈതൃകമായി നമ്മുടെ മേൽ വർഷിക്കപ്പെടുന്നതിന്റെ ഒരു വലിയ സൂചനയാണ് നമ്മൾ ധരിക്കുന്ന ഈ ഉത്തരീയം. പ്രിയപ്പെട്ട ഈ ഒരു ബോധ്യത്തോടുകൂടെ നമ്മൾ ഉത്തരീയത്തെ വെന്തീഞ്ഞ് കാണുന്നതെങ്കിൽ നമുക്ക് എന്തുമാത്രം വലിയ സന്തോഷം അനുഭവിക്കുന്നതിന് സാധിക്കും, എന്തുമാത്രം വലിയ ചൈതന്യത്തോടുകൂടെ ഈ ഉത്തരീയം സ്വീകരിക്കാൻ സാധിക്കും. എത്ര വലിയ ഭക്തിയായിരിക്കും ഉത്തരീയത്തെ നമുക്കുണ്ടായിരിക്കുക. നമ്മൾ ഒന്നോർക്ക് ഏലിയ പ്രവാചകൻ പറഞ്ഞത്, ഏലിയ നീ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ ഏലിയ പ്രവാചകൻ പറഞ്ഞത്, സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ഇവിടെ ജ്വലിക്കുകയാണ്. അത് കർമ്മലമലയിലെ വെല്ലുവിളിക്കും അവിടുത്തെ മറ്റ് ബാൽദേവിന്റെ പ്രവാചകന്മാരെ തോൽപ്പിക്കുകയൊക്കെ ചെയ്തതിനു ശേഷം യെസബേൽ രാജ്ഞി ഏലിയായെ കൊല്ലുവാൻ ദേശമിൽ നിന്ന് കണ്ടപ്പോൾ അവിടുന്ന് പലായനം ചെയ്തു. ഒരു ഗുഹത്തി എന്നിരുന്നു. അവിടെ വെച്ചാണ് ചോദിക്കുന്നത്, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? എത്രയൊക്കെ ചെയ്ത പ്രവാചകൻ വീണ്ടും പറഞ്ഞതും, സൈന്യങ്ങളുടെയുമായ കർത്താവിന്റെ മഹത്വത്തെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. രണ്ടു പ്രാവശ്യം ഇതേ വാക്കുകൾ ഉപയോഗിച്ച് തന്നെ പ്രവാചകൻ തന്റെ പ്രത്യേകമായ അവസ്ഥ എടുത്തു പറയുന്നു. പ്രിയപ്പെട്ടവരെ, കർമ്മല സഭയിലെ അംഗങ്ങളെന്ന നിലയിൽ ആത്മായ കർമ്മിത്തരായാലും സന്യസ്ത്ര കർമ്മിത്തരായാലും നാം എല്ലാവരും ഏലിയ പ്രവാചകന്റെ ഈ ധൈര്യം, ഈ ചൈതന്യം ഉൾക്കൊള്ളുന്നവരാണ്. അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ കർമ്മലുത്തരിയെ നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ കർമ്മലുത്തരിയും ധരിച്ചുകൊണ്ട് ഏലിയ പ്രവാചകന്റെ ചൈതന്യത്തോടുകൂടെ, ആഗ്നിസ്മരിക്കുന്ന കണ്ണുകളോടുകൂടെ, നിർഭയം നട്ടിൽ നിവർത്തി തിന്മയുടെ മുമ്പിൽ ഒരിക്കലും തലകുനിക്കാത്ത ധീരരായി, രക്തസാക്ഷികളായി, പടയാളികളായി നമ്മൾ മുന്നേറേണ്ടിയിരിക്കുന്നു. മാതാവാണ് നമ്മുടെ സർവ്വസൈന്യാധിപ. ആ മാതാവിൻ്റെ കൊടുക്കുകയും നമ്മൾ മാതാവ് നൽകിയ പടച്ചട്ടയാവുന്ന ഉത്തരീയവും ധരിച്ച് ഏലിയ പ്രവാചകന്റെ ചൈതന്യം സ്വീകരിച്ച് ദൈവമഹത്വത്തിന് വേണ്ടി പടപൊരുത്തുന്ന സജീവ സൈന്യങ്ങളായി, സൈന്യവ്യൂഹമായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. മാതാവ് നമ്മോടുകൂടിയുള്ള ഏലിയ പ്രവാചകന്റെ ചൈതന്യം നമ്മെ നയിക്കുകയും തെളിക്കുകയും ചെയ്യട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.